ഗുഡ് മോർണിംഗ്. എല്ലാവരും പഠിക്കാനുള്ള ബുക്കും പുസ്തകവും ഒക്കെ എടുത്തു വെച്ചാണല്ലോ ഇരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസം പഠിച്ച പാഠഭാഗം വീട്ടിലിരുന്ന് നന്നായി വായിച്ചോ? എല്ലാം ഒരു പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഒന്ന് എഴുതി നോക്കണം കേട്ടോ, പഠിച്ചു കഴിഞ്ഞാൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് പ്രിയദർശനം എന്ന പാഠഭാഗമാണ്. പ്രിയദർശനത്തെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം നമ്മൾ പഠിച്ച ഭാഗം ഏതാണ്? നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്ന ഭാഗമാണ്. അപ്പൊ അത്രയും ഭാഗം എല്ലാവർക്കും നല്ലവണ്ണം അറിയാം എന്ന് വിചാരിക്കുന്നു. പഠിച്ച് അടുത്തതിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞതൊന്നും മറന്നു പോകരുത് കേട്ടോ. ആദ്യത്തെ ക്ലാസ് മുതല് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം. അതായത് കുമാരനാശാനെ കുറിച്ച് അറിയണം, ആശാന്റെ കൃതികളെ കുറിച്ച് അറിയണം, നളിനി എന്ന ഖണ്ഡകാവ്യത്തെ കുറിച്ച് അറിയണം. നളിനി എന്ന ഖണ്ഡകാവ്യത്തില് പ്രിയദർശനം എന്ന ഭാഗത്തിൽ എന്താണ് പറയുന്നത്, ഇത്രയും കാര്യങ്ങള് നിങ്ങൾക്ക് ഹൃദിസ്ഥമാണല്ലോ. വീട്ടിലിരുന്ന് നന്നായി വായിച്ചു കാണും. എന്നിട്ട് കൂടെ ഒരു കാര്യം ഒന്ന് ചോദിച്ചോളട്ടെ, എങ്ങനെയുണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം? ഇഷ്ടപ്പെട്ടോ? നന്നായി ഇഷ്ടപ്പെട്ടോ? ഇതാ ബെറ്റർ അല്ലേ? വീട്ടിലിരുന്നാ മതിയല്ലോ, എങ്ങും പോവണ്ടല്ലോ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതായാലും കുഴപ്പമില്ല. നമുക്ക് ലഭ്യമായ അവസരങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മള് പ്രയോജനപ്പെടുത്തണം. അത് ഓൺലൈനിലായാലും കുഴപ്പമില്ല, സ്കൂളിൽ പോയുള്ള പഠനമായാലും കുഴപ്പമില്ല. ഏതായാലും ലഭ്യമായ അവസരത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തുന്നത് ആരാണോ അവരാണ് മിടുക്കര്. അതുകൊണ്ട് നിങ്ങള് ഈ രീതിയിലുള്ള ഈ വിദ്യാഭ്യാസം ഏറ്റവും ശ്രേയസ്കരമായി അനുഭവിച്ചറിയുകയും പോസിറ്റീവായി തന്നെ അതിനെ എടുക്കുകയും ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാമല്ലോ. നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ. എല്ലാം നല്ലവണ്ണം പഠിച്ച് മിടുക്കരായി നല്ല മാർക്ക് വാങ്ങി ഉന്നത വിജയം വരിക്കാൻ എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പഠിച്ചതിന്റെ ബാക്കി ഭാഗം പഠിക്കാം കേട്ടോ. എല്ലാം എടുത്തുള്ള പുസ്തകവും ബുക്കും, പറ്റുമെങ്കിൽ ഒരു റഫ് ബുക്കും പേനയും എടുത്തുകൊള്ളുക. പറയുമ്പോൾ തന്നെ എഴുതിയെടുക്കുന്നതിൽ അക്ഷരത്തെറ്റ് വന്നാൽ അത് റഫ് ബുക്കിലേക്ക് ആക്കിയിട്ട് പിന്നീട് തിരുത്തിയിട്ട് കറക്റ്റ് ചെയ്തിട്ട് മാത്രം നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതിനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്, അതിനുള്ള മിടുക്കും നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആ പഠിച്ച റഫ് ബുക്കും ടെക്സ്റ്റും കൂടി വെച്ച് അക്ഷരത്തെറ്റൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് ആ ഒരു വർക്ക് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളിലുള്ള ആ അക്ഷരത്തെറ്റെന്ന് പറയുന്ന പ്രശ്നം തന്നെ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അതിന് ഈ രീതി നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നമുക്ക് ബാക്കി ഭാഗം പഠിക്കാം. ഞാൻ ആ പാഠഭാഗം ഒന്ന് വായിക്കാം, ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി നളിനിയിലെ പ്രിയദർശനം ആദ്യത്തെ 2 ഖണ്ഡങ്ങൾ, ആദ്യത്തെ 2 സ്റ്റാൻസ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേതാണേ. നോക്കിക്കോ. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെ ഓർത്തിഹ തപസ്സിൽ വാണ ഞാൻ ധന്യയായി സപതി കാൺക മൂലം അങ്ങെന്നെ ഓർക്കുകിലും ഓർത്തിടായികിലും ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. അപ്പോൾ നമ്മൾ പഠിച്ചു നിർത്തിയത് എവിടെയാണെന്നറിയാമല്ലോ. കേണുവാണിവിടെ ഏകുമർത്ഥിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നളിനി സന്തോഷവതിയായി നളിനി ദിവാകരനോട് അങ്ങേക്ക് ഇഷ്ടയാം നളിനി ഞാൻ മഹാമതേ എന്ന് പറയുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു. ഇനിയും ഇപ്പോൾ അവൾ ബാക്കി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. സന്യസിച്ചളവും, അതായത് സന്യസിച്ച അവസരത്തിലും ആസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണ ഞാൻ. ദിവാകരൻ സന്യസ്തമൊക്കെ സ്വീകരിച്ച് ഒരു സന്യാസിയായി ഹിമാലയ സാനുവിലേക്ക് യാത്രയായി. ഈ സമയം നളിനി വീട്ടിൽ നിന്നും ഇറങ്ങി വരികയും ആത്മഹത്യക്ക് വേണ്ടി പൊയ്കയിൽ ചാടുകയും അവിടെ നിന്നൊരു സന്യാസിനെ രക്ഷിക്കുകയും പിന്നെ അവരോടൊപ്പം
തപസ്സനുഷ്ഠിക്കുകയും ഒക്കെയാണല്ലോ ചെയ്തത്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ തന്നെയോർത്ത്, ഇഹ ഇഹ മീൻസ് ഇവിടെ, തപസ്സിൽ വാണ ഞാൻ തപസ്സിൽ വാണിരിക്കുകയായിരുന്നു ഞാൻ, അല്ലെങ്കിൽ തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഞാൻ. എങ്ങനെ? സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ തന്നെയോർത്ത്. ആസ്ത എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആദരവ്, ശ്രദ്ധ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ സന്യസിച്ചളവും, സന്യസിച്ച അവസരത്തിലും, ആസ്തയാൽ ഭവാൻ തന്നെയോർത്ത്, അല്ലയോ ഭവാനെ, ദിവാകരനോട് പറയുകയാണ്, അല്ലയോ ഭവാനെ, അങ്ങ് സന്യാസമൊക്കെ സ്വീകരിച്ച് പോയ അവസരത്തിലും ഞാൻ അങ്ങയെ തന്നെ ഓർത്ത്, തന്നെ അധികം ഓർത്ത്, തന്നെയോർത്ത്, തന്നെ അധികം ഓർത്ത്, തന്നെയോർത്ത്. അവിടെ എന്താ സന്ധി സംഭവിച്ചിരിക്കുന്നത്? യകാരം ആഗമിച്ചു. അവിടെ തന്നെ അധികം ഓർത്ത് എന്നുള്ളിടത്തെ സന്ധി എപ്പോഴെന്താണ്? ആഗമ സന്ധി ആണ്. തന്നെയോർത്ത് ഇഹ, ഇഹ എന്ന് പറഞ്ഞാൽ ഇവിടെ, തപസ്സിൽ വാണ ഞാനിവിടെ അങ്ങയെ ഓർത്ത് ഞാനും തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ദിവാകരൻ തപസ്സനുഷ്ഠിച്ച ആ അവസരത്തിൽ തന്നെ നളിനിയും ഇവിടെ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. തപസ്സെന്ന് പറയുമ്പോൾ തന്നെ ഏകാഗ്രമായ മനസ്സോടുകൂടി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്നതാണ് തപസ്. പക്ഷേ ഏകാഗ്രമായ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തിൽ ഊന്നിച്ചെയ്യുന്ന പ്രാർത്ഥന എന്തും ഒരുതരം തപസ് തന്നെയാണ്. ഇവിടെ നളിനിയുടെ തപസ്, നളിനിയുടെ പ്രാർത്ഥന, നളിനിയുടെ അപേക്ഷ, യാചന ഒക്കെ ആരെ കാണുക എന്നുള്ളതായിരുന്നു. ഈശ്വരനോടാണ് തപസ്സനുഷ്ഠിച്ചത്, ഈശ്വരനോടാണ് അവൾ തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചത്. പക്ഷേ അതൊക്കെയും ദിവാകരനെ കാണുക എന്ന അർത്ഥത്തിലായിരുന്നു എന്ന് മാത്രം. സാധാരണഗതിയിൽ സന്യാസികൾ തപസ്സനുഷ്ഠിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാവാം. പക്ഷേ ഇവിടെ നളിനിയുടെ മുന്നിലെ ഈശ്വരൻ എന്ന് പറയുന്നത് ദിവാകരനാണ്. അതുകൊണ്ട് തന്നെ ദിവാകരൻ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി തപസ്സനുഷ്ഠിച്ചെങ്കിൽ നളിനി അനുഷ്ഠിച്ച തപസ് ദിവാകര സാക്ഷാത്കാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമ്മൾ പറയും. ഇനി അപ്രകാരമായിരുന്നു എൻ്റെ അവസ്ഥ. അങ്ങ് തപസ്സിനായി ഹിമാലയ സാനുവിലേക്ക് പോയപ്പോൾ ഞാനും തപസ്സായിരുന്നു. ഞാൻ എൻ്റെ തപസ്സെന്ന് പറയുന്നത് അങ്ങയെ ഓർത്ത് മാത്രം ആയിരുന്നു. അങ്ങയായിരുന്നു എൻ്റെ ഈശ്വരൻ, അങ്ങയെ ഓർത്ത് തന്നെയാണ് ഞാൻ തപസ് ചെയ്തത് എന്നവൾ അവളുടെ സത്യം പറയുകയാണ്. ധന്യയായി, അപ്രകാരം തപസ്സനുഷ്ഠിച്ച ഞാൻ ഇന്ന് ധന്യയായി. അവൾ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരായാലും വളരെയധികം കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ ആ പ്രാർത്ഥനയ്ക്ക് ഫലം തരാതിരിക്കില്ല. അതാണല്ലോ തൻ്റെ മുന്നിൽ ദിവാകരൻ വന്ന് നിൽക്കുന്നത് എന്നവൾ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ അതൊന്നുകൂടി പൂർത്തിയാക്കുകയാണ്. ധന്യയായി, ഞാൻ ഇന്ന് ഭാഗ്യവതിയാണ്. ഞാൻ എല്ലാം എന്തുകൊണ്ട് നോക്കിയാലും ഞാൻ ധന്യയാണ്, ഭാഗ്യവതിയാണ്. ആ പദമേ ചേർക്കാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ ധന്യയായി, അതായത് ഞാൻ എന്താണോ ആഗ്രഹിച്ചത്, ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അതെനിക്ക് ലഭ്യമായി. ആ സമയം നമുക്ക് പറയാൻ പറ്റുന്ന പദം എന്താ? ഞാൻ ധന്യയായി, ഞാൻ ധന്യയായി. എന്താ കാര്യം? സപതി, സപതി എന്ന് പറഞ്ഞാൽ ഉടൻ, ക്ഷണത്തിൽ തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്നൊക്കെ അർത്ഥം. കാണുക മൂലം, ആരെ കാണുക മൂലം? അങ്ങയെ കാണുക മൂലം. സപതി കാണുക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും, അങ്ങ് എന്നെ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഇനി ഓർക്കുകിലും ഓർത്തിടായെങ്കിലും, അഥവാ ഇനി ഓർക്കുന്നില്ല എങ്കിലും, ഓർത്താലും ഞാൻ എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ ഓർക്കുന്നുണ്ടാവുമോ എന്നെനിക്കറിയില്ല. ഇനി ഓർക്കുന്നില്ല എങ്കിലും ഞാൻ ഭാഗ്യവതിയാണ്. എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എൻ്റെ മുന്നിൽ താങ്കളെ
അല്ലെങ്കിൽ ഭവാനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത് എന്നാണ് നളിനി പറയുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി നോക്കിക്കേ. തന്നെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം അർത്ഥമേ. ഞാനൊന്ന് വായിക്കാം. സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വണഞ്ഞാൻ ധന്യയായി സപതി കാൺക മൂലം. സപതി പെട്ടെന്ന് കാൺക മൂലം അങ്ങ് എന്നെ ഓർക്കുകിലും ഓർത്തിടായെങ്കിലും. അങ്ങനെ ഓർത്താലും ഇനി അഥവാ ഓർക്കുന്നില്ലെങ്കിലും നളിനിക്ക് പരിഭവമുണ്ടോ? ഒരു പരിഭവവുമില്ല. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. എനിക്ക് താങ്കളെ കാണാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ ധന്യയാണ്, ഞാൻ ഭാഗ്യവതിയാണ് എന്ന് നളിനിയുടെ സന്തോഷം പറഞ്ഞു. ഇനിയോ ഏവമോദി പ്രകാരം പറഞ്ഞ് ഏവമോദി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഏവമോദി, ഏവം പറഞ്ഞു, ഓതി ഓതുക എന്നൊക്കെ പറഞ്ഞാൽ പറയുക, ഓതി പറഞ്ഞു. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം, ഏവം ഇപ്രകാരം. ഓതി, ഓതി പറഞ്ഞു. ഇടർ ആർന്നു, ഇടർ ദുഃഖം. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ. എന്ത് സംഭവിച്ചു? ഇപ്രകാരമൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ സന്യസിച്ച അളവിൽ ഞാൻ ഭവാനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ട് തപസ്സിൽ വാഴുകയായിരുന്നു. ഇപ്പോഴങ്ങ് എൻ്റെ മുന്നിൽ വന്നു പെട്ടല്ലോ. ഞാൻ ഭാഗ്യവതിയാണെന്ന് പറയുകയും എന്താ ചെയ്തത്? സങ്കടം സഹിക്കവയ്യാതെ, കണ്ടതുമൂലം സന്തോഷമുണ്ടെങ്കിലും ഇത്രകാലവും ഉള്ളിൽ ഒതുക്കി വെച്ച സങ്കടം സഹിക്കവയ്യാതെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി പ്രവഹിച്ചു. ഏവം ഓതി ഇടരാർന്നു, ഇപ്രകാരം പറഞ്ഞ് ദുഃഖത്തോടുകൂടി. ഇടരാർന്നു ദുഃഖത്തോടുകൂടി. അതിനകത്ത് അറിയാത്ത വാക്ക് വല്ലതും ഉണ്ടോ? ഇല്ല. കണ്ണുനീർ തൂവിനാൾ. അവൾ എന്താ ചെയ്തത്? കണ്ണുനീർ തൂവി, കണ്ണുനീരൊഴുക്കി കരയുകയാണ്. അവൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ അടക്കി നിന്ന് ആ സങ്കടം അണപൊട്ടി ഒഴുകുകയാണ്. കണ്ണുനീർ. കണ്ണുനീർ എന്നുള്ളതിൻ്റെ പര്യായമൊക്കെ അറിയാവോ? അറിയില്ലെങ്കിൽ പറയാം. ബാഷ്പം അശ്രു, ബാഷ്പം അശ്രു. കണ്ണുനീർ തൂവിനാൾ. തൂവിനാൾ എന്ന് പറഞ്ഞാൽ അവൾ തൂവി, അതായത് അവൾ പൊഴിച്ചു, അവൾ കണ്ണുനീർ പൊഴിച്ചു, കണ്ണുനീരൊഴുക്കി. എന്നിട്ടോ മൊഴി കുഴങ്ങി നിന്നവൾ. എന്താ സംഭവിച്ചത്? മൊഴി കുഴങ്ങി നിന്നു. മൊഴി എന്ന് പറഞ്ഞാൽ വാക്ക്. കുഴങ്ങി നിന്നു, മിണ്ടാനാവാതെ നിന്നുപോയി. വന്ന ആ സന്തോഷത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ തന്നെ പരിചയപ്പെടുത്തി. താൻ ഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. പറഞ്ഞതുമല്ല, അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി അടർന്നു വീണുകൊണ്ടിരുന്നു. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ശേഷം പറയാനാവാതെ മൊഴി കുഴങ്ങി നിൽക്കുക. ബാക്കി അവൾക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ ഒന്നും പറയാനാവാത്ത അവസ്ഥയിൽ, അത് അങ്ങനെയാണ് അല്ലേ? സങ്കടം സഹിക്കവയ്യാനാവാതെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. താൻ ആഗ്രഹിച്ചത് ലഭ്യമായി. എന്നിട്ടും അവൾക്ക് ആ ഉള്ളിലെ വികാര വിക്ഷോഭത്താൽ എന്താ പറ്റിയേ? ഒന്നും പറയാനാവാതെ നിന്നുപോയി. മൊഴി കുഴങ്ങി നിന്നു അവൾ. മൊഴി കുഴങ്ങി നിന്നു അവൾ. നിന്നു അധികം അവളാണ് നിന്നവളായത്. നിന്നു അധികം അവളെന്ന് പറയുമ്പോൾ നിന്നു എന്നതിലെ ഉകാരം പോയി. അപ്പോൾ നിന്നവൾ എന്നുള്ളിടത്ത് സന്ധി എന്താവും? ഒന്ന് എഴുതിയും കൂടി നോക്കിക്കൊള്ളണേ. നിന്നു അധികം അവൾ, നിന്നവൾ. ഇപ്പോൾ ലോപസന്ധിയാകും അല്ലേ? നിന്നവൾ. എന്താ സംഭവിച്ചെന്നാ പറഞ്ഞേ? കരഞ്ഞുകൊണ്ട് ഒന്നും പറയാനാവാത്ത അവസ്ഥയിൽ അവൾ നിന്നു. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം.
ഇത് കണ്ടിട്ട് കവി ഒരു പൊതുതത്വം പറയുകയാണേ. ആ പൊതുതത്വം ശരിയാണോ നോക്കിക്കേ. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഒരുപാട് സ്നേഹമുണ്ടായിരുന്നവർ, അതാണ് ഭാവശാലികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സ്നേഹമുണ്ടായിരുന്ന ആളുകൾ പിരിഞ്ഞുകൂടിയാൽ, കുറേ കാലം പിരിഞ്ഞിരുന്നതിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കണ്ടുമുട്ടലിൽ നിന്ന് സന്തോഷം, സുഖം ഒക്കെയാണ് ഉദിക്കേണ്ടത് അല്ലേ. ആ കണ്ടുമുട്ടൽ ഒരു സുഖത്തിൻ്റെ ഉദയം കൂടിയാവണം, നല്ലതിൻ്റെ ഉദയം കൂടിയാകണം. പക്ഷേ ആ സുഖോദയം എങ്ങനെയാണ്? ഈ വിധം ഈ കണ്ടതുപോലെയാണ്. ഇപ്പം നളിനി ദിവാകരനെ കണ്ടു, സന്തോഷമായിട്ട് വല്ലതുമൊക്കെ പറയാൻ അവൾക്ക് പറ്റിയോ? പറ്റുന്നില്ല. ഈ വിധം വികലം, അതായത് അവളുടെ മനസ്സിൽ ഉണ്ട്, പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഒരു വികലമാണ്, അപൂർണമാണ് ആ സുഖത്തിൻ്റെ ഉദയം എന്ന് പറഞ്ഞാൽ. പറയാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ പറ്റില്ല. പ്രയോജനരഹിതമായ രീതിയിലാണ് അത് വന്നു ഭവിക്കുന്നത്. ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ കാണും, അത് ശരിയായിട്ട് അവതരിപ്പിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേ അതിൻ്റെ പരിസമാപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലായോ? ഭാവശാലികൾ ആരാണ്? വളരെ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ആളുകൾ. പിരിഞ്ഞു കൂടിയാൽ, അവർ കുറച്ചുനാൾ വേർപിരിഞ്ഞിരുന്നിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ ആ സുഖോദയം ഇതുപോലെ വികലമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പറയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഒന്നും ഉദ്ദേശിക്കുന്നത് എന്തോ അത് പുറത്തേക്ക് വരാതെ ഒരു അപൂർണമായ അവസ്ഥയിൽ നിന്നു പോകും എന്ന്. അത് ഒരു ശാശ്വത സത്യമാണ് കേട്ടോ. വിരഹത്തേക്കാൾ വേദനാജനകമാണ് വീണ്ടുമുള്ള കണ്ടുമുട്ടൽ എന്ന് ആരോ പറഞ്ഞത് ഇവിടെ വളരെ ശരിയാവുകയാണ്. അത് ആശാൻ്റെ ഈ തത്വം തന്നെയാണ്. അതായത് കുറേ കാലം പിരിഞ്ഞുകൂടുക, വീണ്ടും കണ്ടുമുട്ടുക, അത് ആ വേർപിരിഞ്ഞിരുന്നതിനേക്കാൾ സങ്കടകരമായ ഒരവസ്ഥയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന്. അതാണ് ഇവിടെ നളിനിക്കും സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി നോക്കിക്കോളൂ. 8 ലൈൻ ഒന്നുകൂടി നോക്കിക്കോളൂ. സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ. സന്യസിച്ചളവും അധികം ആസ്തയാൽ. സന്യസിച്ചളവും ആസ്തയാൽ. കിട്ടിയോ? സന്യസിച്ചളവും ആസ്തയാൽ ഭവാൻ. അവിടെ എന്താ സന്ധി? സന്യസിച്ചളവും അധികം ആസ്തയാൽ. അവിടെ മകാരം വരും അനുസ്വാരത്തിന് പകരം അല്ലേ. അവിടെ ആദേശസന്ധിയാണുള്ളത്. ഭവാൻ തന്നെ ഓർത്തിഹ. തന്നെ അധികം ഓർത്ത്. തന്നെ ഓർത്ത്. അപ്പോഴോ അവിടെ യകാരം ആഗമിക്കും, ആഗമസന്ധിയാകും. തന്നെ അധികം ഓർത്ത്. തപസ്സിൽ വാണ ഞാൻ. താങ്കളെ തന്നെ വിചാരിച്ച് തപസ്സിൽ വാണ ഞാൻ. ധന്യയായി സപതി കാണുക മൂലം. പെട്ടെന്ന് തന്നെ അങ്ങയെ കണ്ടത് മൂലം ഞാൻ ധന്യയായി. അങ്ങനെ ഓർത്താലും ഓർത്തില്ല എങ്കിലും ഞാൻ ഭാഗ്യവതിയാണ്. ഏവം ഓതി ഇടരാർന്നു കണ്ണുനീർ. ഏവം ഓതി. ഏവം അധികം ഓതി. ഏവമോതി. അപ്പോഴും അനുസ്വാരത്തിന് മകാരം ആദേശം, ആദേശസന്ധി. ഏവമോതി ഇടരാർന്ന്. ഓതി അധികം ഇടർ, ഓതി ഇടർ അല്ലേ. ഓതി അധികം ഇടരാർന്നു എന്നാണ് ഓതി ഇടരാർന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഓതി അധികം ഇടർ. ഇടർ എന്നുള്ളിടത്ത് ഇടറാകും, യാ വന്ന് കയറും. അങ്ങനെ തന്നിരിക്കുന്ന വർണ്ണങ്ങളിൽ ഒന്നും നഷ്ടപ്പെടാതെ പുതിയതായി ഒരു വർണ്ണം വന്നു ചേർന്നാൽ, ഇവിടെ ഓതി എന്നുള്ളതിനൊരു മാറ്റവും ഇല്ല, ഇടരാർന്നു എന്നുള്ളതിന് ഈ ഉണ്ട്, പിന്നെന്താ വന്നത്? യകാരം. അങ്ങനെ പുതിയതായി ഒരു വർണ്ണം വന്നു ചേർന്നാൽ അത് ആഗമസന്ധി. അപ്പം ഏവം ഓതി ഇടരാർന്നു കണ്ണുനീർ. തുവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. അവള് വാക്കുകൾ പുറത്തേക്ക് വരാതെ, ഒന്നും പറയാനാവാതെ നിന്നുപോയി. അപ്പോൾ മൊഴി എന്നുള്ളതിൻ്റെ പര്യായങ്ങൾ മൊഴി, വചനമുണ്ട്, വാക്കുണ്ട്, വൈഖരി ഉണ്ട് അല്ലേ. അപ്പോൾ മൊഴി എന്നുള്ളതിന് വാക്ക്, വചനം, വൈഖരി
എന്നൊക്കെ പര്യായം കൊടുക്കാം. കുഴങ്ങി നിന്നവൾ, നിന്നവൾ എന്നുള്ളത് എങ്ങനെയാണ് പിരിക്കുന്നത്? നിന്നു അധികം അവൾ അല്ലേ, നിന്നവൾ. ഇനി ഏവമോദിയിടരാർന്ന് കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ, ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ഭാവശാലികൾ ആരാണെന്നാണ് പറഞ്ഞത്? വളരെ സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ കുറേ കാലം പിരിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നിച്ചു കൂടിയാൽ ഇപ്രകാരം വികലമാകും സുഖോദയം, സുഖത്തിൻ്റെ ഉദയം. സുഖോദയം എങ്ങനെ വിഗ്രഹിക്കാം? സുഖത്തിൻ്റെ ഉദയം. സുഖത്തിൻ്റെ ഉദയം എന്ന് പറഞ്ഞാലോ സംബന്ധിക തൽപുരുഷനാണ് സമാസം. അപ്പോൾ ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം എന്ന് പറയുന്നത് ഒരു പൊതു തത്വമാണ് കേട്ടോ. ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആശാൻ ഒരു പൊതു തത്വം പറഞ്ഞിരിക്കുകയാണ്. സ്നേഹിക്കുന്ന ആത്മാക്കൾ കുറേ കാലത്തെ വിരഹത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവർക്ക് വാക്കുകൾ പുറത്തേക്ക് വരാനാവാതെ, താൻ ഉദ്ദേശിക്കുന്നത് എന്തോ അതൊന്നും പറയാനാവാതെ വികലമായിരിക്കും അതിൻ്റെ സുഖോദയം, അതിൻ്റെ അനന്തര ഫലം. അല്ലെങ്കിൽ ഈ കണ്ടുമുട്ടൽ ഒരു പൂർണ്ണതയിലേക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയെ പ്രാപിക്കും. ഇനിയും അതിലെന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ലല്ലോ. അടുത്തത് പഠിക്കാം. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ധീരനായ യതി നോക്കി, ധീരനായ ആ യതി, യതി മീൻസ് സന്യാസി. യതി എന്ന് പറഞ്ഞാൽ സന്യാസി. ധീരനായ, ധീരൻ്റെ ഓപ്പോസിറ്റ് എന്നാ? ഭീരു. ധീരനായ യതി നോക്കി തന്വിതൻ, തന്വി സുന്ദരി, സുന്ദരിയായ സ്ത്രീ ഉണ്ടല്ലോ ആ നളിനി. ഇവിടെ ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ഭൂരിബാഷ്പ പരിപാടലം മുഖം, എങ്ങനെയുള്ള മുഖം നോക്കിക്കേ. ഭൂരിബാഷ്പം, നിറയെ കണ്ണുനീരാണ്. പരിപാടലം, പാടലം എന്ന് പറഞ്ഞാൽ ചുവന്നത്. അവളുടെ മുഖം കണ്ണുനീരണിഞ്ഞ് ചുവന്നു തുടുത്തിരിക്കുന്നു. അതാണ് ഭൂരി ബാഷ്പ പരിപാടലം മുഖം എന്ന് പറഞ്ഞാൽ കണ്ണുനീരണിഞ്ഞ് ചുവന്നു തുടുത്തിരിക്കുന്ന അവളുടെ മുഖം, ആ സുന്ദരിയുടെ മുഖം. സുന്ദരി എന്നുള്ള വാക്ക് ഇവിടെ ഏതാണ്? തന്വി. മുഖം, മുഖം എന്നുള്ളതിൻ്റെ പര്യായം അറിയാലോ. എന്താണ്? ആനനമുണ്ട്, വദനമുണ്ട്, ഹാസ്യമുണ്ട്. പിന്നെ ബാഷ്പം കണ്ണുനീരാണ്. കണ്ണുനീരിനെ പറഞ്ഞാൽ അശ്രു അല്ലേ? കണ്ണുനീര്, അശ്രു, ബാഷ്പം, ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കുന്ന വാക്കുകൾ. അപ്പോൾ ധീരനായ യതി, യതി എന്ന് പറഞ്ഞാൽ ആരാണ്? സന്യാസി. സന്യാസി എന്നുള്ളതിൻ്റെ രണ്ട് പര്യായം തനിയെ ഒന്ന് കണ്ടെത്തി നോക്കിക്കേ. സന്യാസി എന്നുള്ളതിൻ്റെ രണ്ട് പര്യായം കിട്ടുമോ എന്ന് ഒന്ന് അന്വേഷിച്ച് നോക്ക്, പഠിച്ചിട്ടുണ്ടോ എന്ന് കേട്ടോ. സന്യാസി, യതി, വടു എന്നൊക്കെ പറഞ്ഞാൽ സന്യാസിയാണ്. പിന്നെ താപസൻ ഒക്കെ സന്യാസിയാണ്. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം. ഭൂരിബാഷ്പ പരിപാടലം എന്ന് പറഞ്ഞാൽ, പരിപാടലം നല്ലപോലെ ചുവപ്പ്, ഭൂരിബാഷ്പം വളരെ കണ്ണുനീരണിഞ്ഞിട്ട്. ഇപ്പോൾ നളിനി ശരിക്ക് കണ്ണുനീരിൽ കുളിച്ച് നിൽക്കുകയാണ്.
അപ്പോൾ കണ്ണുനീരണിഞ്ഞ അവളുടെ മുഖം ചുവന്നു തുടുത്താണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആ മുഖം, സുന്ദരിയായ ആ പെൺകുട്ടിയുടെ മുഖം ധീരനായ ആ സന്യാസി, ആ യോഗി നോക്കി. പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ഇപ്പോൾ അവളുടെ മുഖം കണ്ടാൽ എപ്രകാരമാണ് ഇരിക്കുന്നതെന്നറിയാവോ? അതായത് കണ്ണുനീരണിഞ്ഞിട്ട് ചുവന്നു തുടുത്തിരിക്കുന്ന അവളുടെ സുന്ദരമായ മുഖം എന്താണ് വർണ്ണിക്കുന്നത്? വർണ്ണ്യം ഇവിടെ എന്താണ്? അവളുടെ കണ്ണുനീരണിഞ്ഞ ചുവന്നു തുടുത്ത മുഖം. ആ മുഖത്തെ കവി എന്തിനോടാ സാമ്യപ്പെടുത്തുന്നത് നോക്കിയേ. പൂരിതാഭയുടെ, പൂരിതം വർദ്ധിച്ച, ആഭ ഭംഗി, ശോഭ തന്നെ. പൂരിതാഭയുടെ ഉഷസ്സിൽ, ഉഷസ് പ്രഭാതം, ഉഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. പനിനീർ സുമം എന്ന് പറഞ്ഞാൽ നല്ല റോസാപ്പൂവ് കേട്ടോ. അപ്പോൾ വർദ്ധിച്ച ശോഭയോടുകൂടി, അതായത് നേരം വെളുത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രഭാതത്തിൽ റോസാപുഷ്പം, വിടർന്നു നിൽക്കുന്ന നല്ല ചുവന്ന റോസാപുഷ്പത്തിലേക്ക് നോക്കിയാൽ ആ റോസാപുഷ്പത്തിൽ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വീണിരിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥ നിങ്ങളൊന്ന് നോക്കി കാണണം. ശരിക്കും വിരിഞ്ഞു നിൽക്കുന്ന നല്ല റോസാപ്പൂവിൽ മഞ്ഞുതുള്ളികൾ എവിടെയായി വീണിങ്ങനെ ഇരിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്തൊരു ഭംഗിയാണ്. അതേപോലെയാണ് ഇപ്പോൾ നളിനിയുടെ മുഖം ശോഭിക്കുന്നത്. എന്തുപോലെയാണ് ശോഭിക്കുന്നത്? പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. പൂരിതാഭയോട്, വർദ്ധിച്ച ശോഭയോടുകൂടി പ്രഭാതത്തിൽ മഞ്ഞുതുള്ളി, മഞ്ഞുതൻ ധാര, മഞ്ഞിൻ്റെ പ്രവാഹം. ഇവിടെ മഞ്ഞുതുള്ളി വീണ്, ധാര എന്ന് പറഞ്ഞാൽ ഒഴുക്ക്, പ്രവാഹം എന്നൊക്കെയാണ്. ഇവിടെ മഞ്ഞുനീർത്തുള്ളി വീണ്, റോസാപുഷ്പം മഞ്ഞുനീർത്തുള്ളി വീണ് ഭംഗിയോടുകൂടി ശോഭിച്ച് നിൽക്കുന്ന ഒരു റോസാപുഷ്പമുണ്ടല്ലോ, ആ റോസാപുഷ്പത്തെ പോലെ തന്നെയാണ് നളിനിയുടെ മുഖം. നല്ല ചുവന്നു തുടുത്ത ആ മുഖത്ത് നിറയെ കണ്ണുനീരാണ്. കണ്ണുനീരണിഞ്ഞ അവളുടെ മുഖം കണ്ടാൽ മഞ്ഞുതുള്ളി വീണ്, മഞ്ഞുതുള്ളിയാൽ അലങ്കൃതമായ റോസാപുഷ്പം പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അത്ര ഭംഗിയാണ് നളിനിയുടെ മുഖത്തിന്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. അവൻ കനിഞ്ഞ് അരുളി. ഇപ്രകാരം അവൻ എങ്ങനെ? ചാരു ശൈശവകഥയ്ക്കു തന്നെ ചേർന്ന്. ഈ നളിനി ദിവാകരനെ കണ്ടുമുട്ടിയിട്ടുള്ളതും ജീവിച്ചതുമെല്ലാം ആ ശൈശവകാലത്താണല്ലോ. ആ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ തന്നെ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരികയും ആ രീതിയിൽ തന്നെ, ആ കുട്ടികളുടേതായ ആ രീതിയിൽ തന്നെ അവൻ അവളോട് ചില കാര്യങ്ങൾ പറയുകയും ചെയ്യുകയാണ്. അപ്പം അതിനു മുമ്പത്തെ വരി നോക്കിയേ. ആരതെന്നുടനറിഞ്ഞു കൗതുകം. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കരയുന്ന ഈ പെൺകുട്ടി ആരാണെന്ന് അത് അവൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു അല്ലേ? അറിഞ്ഞ് കൗതുകം പാരമാർന്ന്, അവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനും ഉണ്ടായി. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്ന്, വർദ്ധിക്കുക എന്നാണ് പാരം എന്നുള്ളതിൻ്റെ അർത്ഥം. പാരമാർന്ന് കരുതി പുരാഗതം, പണ്ടത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഓടിയെത്തി. പണ്ടത്തെ ഓർമ്മകൾ ചിന്തിച്ച്, അല്ലെങ്കിൽ പണ്ടത്തെ ആ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അവളോട് ചാരു ശൈശവ കഥയ്ക്ക് ചേർന്നൊരു വാക്കരുളിനാൻ. ആ കുട്ടിക്കാലത്ത്
അവർ തമ്മിലുണ്ടായ ആ കണ്ടുമുട്ടലും കൂട്ടുകൂടി നടന്നതും എല്ലാം മനസ്സിലോർത്ത് അതേ രീതിയിൽ അന്നത്തെ ആ രീതിക്കുതകുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം അവളോട് പറയുന്നു. ആ കഥ ഓർത്തിട്ട്, ആ കഥയെ മനസ്സിലിരുത്തിക്കൊണ്ട് അദ്ദേഹം അവളോട് ചില കാര്യങ്ങൾ പറയുകയാണ്. അത് അടുത്ത ശ്ലോകത്തിലാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് ഒന്നുകൂടി വായിക്കാം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരു ശൈശവ കഥയ്ക്കു ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. ആരാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നെന്നുള്ള സത്യം അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് കണ്ണുനീരണഞ്ഞ് ചുവന്നു തുടുത്തു നിൽക്കുന്ന മുഖത്തോടു കൂടി തൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന ആ പെൺകുട്ടി ആരാണെന്നറിഞ്ഞ ദിവാകരൻ അവരുടെ ശൈശവകാല കഥകൾ, പണ്ട് അവർ തമ്മിൽ കളിച്ച് നടന്ന ആ കാലഘട്ടം മനസ്സിലേക്ക് ഓടിയെത്തി. ആ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം അവളോട് ചില വാക്കുകൾ, ചില കാര്യങ്ങൾ പറയുന്നതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായി വായിക്കുക, മനസ്സിലാക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ദിവസം വീണ്ടും പറഞ്ഞു തരാം. നോട്ട് ഇതിനോടൊപ്പം ഉണ്ടാവും. നോട്ട് എഴുതിയെടുക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമസ്കാരം.